ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുൻപേ പ്രമോയില്ല നമ്മുടെ പൗലോസും അലീനയും തമ്മിലുള്ള ഒരു വാക്കുതർക്കാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലീന കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ ആ വാതിൽക്കൽ തന്നെ നിൽക്കും കുറേ നേരം. എന്നിട്ട് അങ്ങ് കയറുകയാണേ. അന്നേരം അലീന പറഞ്ഞൊന്നും കേൾക്കാതെ തന്നെ അവിടുത്തെ ചായയുടെ പാത്രമൊക്കെ എടുത്തിട്ട് ഗ്യാസിലോട്ട് വെക്കുകയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ കോംപ്രമൈസ് ആവാൻ യാതൊരു താല്പര്യവും ഇല്ല അല്ലേ? എന്തായാലും ഞാൻ 3 ദിവസം കൂടി നോക്കും. എന്നോട് മത്സരിക്കാനാണെങ്കിൽ അത് നടക്കത്തില്ല പൗലോസേട്ടാ. 3 ദിവസം നോക്കിയിട്ടും ഈ മനോഭാവത്തിന് യാതൊരു മാറ്റമില്ലെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുള്ളൂ, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ അലീന 2 ചായ എടുത്തുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചനും സ്റ്റാൻലിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അന്നേരം സ്റ്റാൻലിയോട് ഈ കാര്യം പറയുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ പൗലോസ് ആണെങ്കിൽ ബൈജുവിൻ്റെ അടുത്തും മറ്റൊരാളുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ പെണ്ണിൻ്റെ വാക്കും കേട്ടുകൊണ്ട് എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു ബൈജുവിനോട് ചോദിക്കുന്നുണ്ട്, താനല്ലടോ പറഞ്ഞത് ആരൊക്കെയോ കൊണ്ടുവരാന്നോ എന്തൊക്കെയോ നടത്തി കാണിക്കാന്നോ, എന്നിട്ട് വല്ലതും നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബൈജു പറയാൻ വേണ്ടി തുടങ്ങിയതും പൗലോസ് അങ്ങ് വാപ്പൊത്തുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണ് വാപ്പൊത്തുന്നത്. അപ്പോൾ അലീനയാണെങ്കിൽ ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. അന്നേരം ചിരിച്ചുകൊണ്ട് നമ്മുടെ പൗലോസ് അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞിട്ടുള്ളത്.